ലോക്മന്ഥൻ 2024 സാംസ്കാരികോത്സവത്തിന് തിരിതെളിയിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഉൾപ്പെടെ നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത് ലോക്മന്ഥൻ തെലങ്കാനയുടെ തലസ്ഥാനമായ ഭാഗ്യനഗറിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. हो मैया जय हो दंतेश्वरी मैया जय हो दंतेश्वरी. തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മ, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത്, പ്രജ്ഞാപ്രഭ ദേശീയ സംയോജക് ജെ നന്ദകുമാർ, കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പല കാലഘട്ടങ്ങളിലും ഭാരതത്തെ തകർക്കാനും വെട്ടിമുറിക്കാനും ശ്രമങ്ങൾ നടന്നെങ്കിലും ശ്രേഷ്ഠ ഭാരതം ഇന്ന് ലോകത്തിനു മുൻപിൽ തിളങ്ങുകയാണെന്ന് ഉദ്ഘാടന ശേഷം രാഷ്ട്രപതി പറഞ്ഞു. രാജ്യമാണ് പ്രധാനമെന്ന സന്ദേശം നൽകാൻ ലോക്മന്ഥന് സാധിക്കുന്നുണ്ടെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു വ്യക്തമാക്കി. बांटने के और कमजोर करने का प्रयास सदियों से किए गए हमारी सहज एकता को खंडित करने के लिए कृत्रिम भेदभाव पैदा किए गए हैं, लेकिन भारतीयता की भावना से ओतप्रोत देशवासियों ने राष्ट्रीय एकता की मशाल जलाए रखे हैं. പരിശുദ്ധമായ ഭാരതത്തിന്റെ ആത്മാവ് വീണ്ടെടുക്കുകയാണ് ലോക്മന്ഥന്റെ ഉദ്ദേശമെന്ന് പ്രജ്ഞാപ്രഭ ദേശീയ സംയോജക് ജെ നന്ദകുമാർ പറഞ്ഞു. लोक का अर्थ हम भारत के लोग, वी द पीपल ऑफ इंडिया, इस अर्थ में लोक शब्द का प्रयोग करते हैं. दूसरे प्रकार से देखा है तो लोक निर्मल मौलिकता है. यह भौतिक दृष्टिकोण से मिलावट रहित पवित्रता है. ऐसे लोग का विचार मंथन इस कार्यक्रम में आने वाले 3 दिन इधर होने वाला है. ഉദ്ഘാടന സഭയ്ക്ക് ശേഷം ആദ്യ സെഷനിൽ പ്രശസ്ത ചിന്തകൻ പവൻ ഗുപ്ത ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് മുഖ്യ വിഷയാവതരണം നടത്തി. ഈ മാസം 24 വരെ നടക്കുന്ന ലോക്മന്ഥൻ സാംസ്കാരികോത്സവത്തിൽ 3 ദിവസവും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുക്കും. ഹൈദരാബാദിലെ ലോക്മന്ഥൻ വേദിയിൽ നിന്നും ടീം ജനം.